ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. 2024 പുതിയ നല്ലൊരു അപ്ഡേറ്റ് ഗൂഗിൾ ക്രോമിൽ വന്നിട്ടുണ്ട്. നിർബന്ധമായിട്ടും നിങ്ങളുടെ മൊബൈലിൽ ഇത് ചെയ്തിരിക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലിൽ സൂക്ഷിച്ചിട്ടുള്ള ഡാറ്റകളുടെ സംരക്ഷണത്തിനും അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡുകളുടെ സംരക്ഷണത്തിനും അതുപോലെ തന്നെ സേഫായിട്ട് ബ്രൗസ് ചെയ്യാനും മാൽവെയറുകൾ, വൈറസുകൾ പോലുള്ള അവസ്ഥകൾ നമ്മുടെ മൊബൈലിൽ കടന്നുകൂടാതിരിക്കാനുമാണ് ഈ ഒരു സെറ്റിങ്സ്. എവിടെയാണ് ഈ സെറ്റിങ്സ് ഉള്ളത്, എങ്ങനെയാണ് ഇത് ഓൺ ചെയ്യേണ്ടത് എന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇന്നത്തെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനു മുമ്പ് ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ദിവസവും ലഭിക്കാൻ വേണ്ടി FTM ക്രിയേഷൻ എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ യൂട്യൂബ് ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കുകൾ ക്ലിക്ക് ചെയ്തിട്ട് ആ യൂട്യൂബ് ചാനലുകളും നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. ദിവസവും നിങ്ങൾക്ക് ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഇനി എവിടെയാണ് സെറ്റിങ്സ്, എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനായിട്ട് നമുക്ക് ഗൂഗിൾ ക്രോം ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ക്രോം എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് സെർച്ച് കൊടുക്കുക. ഇവിടെ അപ്ഡേറ്റ് എന്നാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. പുതിയ അപ്ഡേറ്റിൽ മാത്രമാണ് ഈ ഒരു സെറ്റിങ്സ് ഉള്ളത്. ഞാനിപ്പോൾ അപ്ഡേറ്റ് ചെയ്തതുകൊണ്ട് എനിക്കിവിടെ ഓപ്പൺ എന്ന് കാണിക്കുന്നുണ്ട്. ഞാനിവിടെ ഓപ്പൺ കൊടുക്കുകയാണ്. ഓപ്പൺ കൊടുത്തതിന് ശേഷം ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ്. വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ സെറ്റിങ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി, ഈ ഒരു പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിലും പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ വരും ദിവസങ്ങളിൽ ഞാൻ തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഒന്ന് പരിശോധിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള പ്രൈവസി ഗൈഡ് എന്ന പുതിയ ഓപ്ഷൻ. ഇത് ഇപ്പോൾ പുതുതായിട്ട് നമുക്ക് വന്ന ഒരു അപ്ഡേറ്റ് ആണ്. പ്രൈവസി ഗൈഡ് എന്താണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ താഴെ ലെറ്റ്സ് ഗോ എന്ന് നിങ്ങൾക്ക് താഴെ ബ്ലൂ കളറിൽ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ മേക്ക് സെർച്ചസ് ആൻഡ് ബ്രൗസിംഗ് ബെറ്റർ എന്ന ഭാഗം ഓണിലാണോ എന്ന് നോക്കുക. ഓൺ അല്ല എങ്കിൽ നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക. ഏറ്റവും മുകളിലുള്ള ഈ ഒരു ടോഗിൾ ഇത് നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചേ പറ്റൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സേഫായിട്ട് വളരെ സെക്യൂറായിട്ട് നിങ്ങൾക്ക് ബ്രൗസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ലിങ്കുകളും മറ്റും വളരെ സെക്യൂറാണ് എന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഭാഗം നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെയും ഹിസ്റ്ററി സിങ്ക് എന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ മൊബൈലിൽ ഓഫിലാണെങ്കിൽ നിങ്ങളതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ മൊബൈലിൽ നമ്മൾ ബ്രൗസ് ചെയ്യുന്ന കാര്യങ്ങൾ, അത് സിങ്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ സെക്യൂറായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ നമുക്ക് നൽകിയിട്ടുള്ളത്. പ്രൈവസി ഗൈഡിൽ ഹിസ്റ്ററി സിങ്ക് എന്ന ഭാഗം നിങ്ങൾ ഓൺ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ ചൂസ് യുവർ സേഫ് ബ്രൗസിംഗ് പ്രൊട്ടക്ഷൻ എന്ന ഒരു ഓപ്ഷൻ, ഇത് പ്രധാനപ്പെട്ട ഓപ്ഷനാണ്. ഇവിടെ നിങ്ങളുടെ മൊബൈലിൽ സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ എന്ന ഈ ഭാഗത്താണ് ഉള്ളതെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മാറ്റി എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. കാരണം നിങ്ങൾ ബ്രൗസ് ചെയ്യുന്നതും അല്ലെങ്കിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുന്ന സൈറ്റുകളും ഒക്കെ മറ്റുള്ള തേർഡ് പാർട്ടി സൈറ്റിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകാതിരിക്കാനും അതിലൂടെ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാതിരിക്കാനും വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു പ്രൊട്ടക്ഷനാണ് ഈ ഒരു എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ. ഇതിലേക്ക് നിങ്ങൾ മാറ്റി കൊടുത്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ ചൂസ് വെൻ ടു ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് എത്തിച്ചേരും. ഇവിടെ നിങ്ങൾ 2 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഇതിൽ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ബ്ലോക്ക് ഓൾ ദ ടൈം എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. മുകളിൽ ബ്ലോക്ക് വൈൽ യൂസിങ് ഇൻകോഗ്നിറ്റോ എന്ന ഓപ്ഷനിലാണ് ഉണ്ടതെങ്കിൽ സാധാരണ നമ്മൾ
സേഫായിട്ട്, അതായത് സെക്യൂറായിട്ട് ബ്രൗസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഇൻകോഗ്നിറ്റോ. ആ ഇൻകോഗ്നിറ്റോ ഉപയോഗിച്ചാൽ മാത്രമേ തേർഡ് പാർട്ടി സൈറ്റുകളൊക്കെ, കുക്കീസുകളൊക്കെ ബ്ലോക്ക് ആകുകയുള്ളൂ. പക്ഷേ താഴെയുള്ള ബ്ലോക്ക് ഓൾ ദ ടൈം എന്ന ഭാഗത്താണ് നിങ്ങൾ മാറ്റിക്കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ എപ്പോൾ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാലും തേർഡ് പാർട്ടി കുക്കീസിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എത്തിച്ചേരാതിരിക്കാൻ നിങ്ങൾക്കിത് ഉപകാരപ്രദമാകും. അതുകൊണ്ട് നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ബ്ലോക്ക് ഓൾ ദ ടൈം എന്ന ഭാഗത്തേക്ക് മാറ്റിക്കൊടുത്തതിന് ശേഷം ഇവിടെ ഫിനിഷ് എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അവിടെ ടച്ച് ചെയ്തിട്ട് ഫിനിഷ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ റിവ്യൂ കംപ്ലീറ്റഡ് എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ഈ ഒരു ഓപ്ഷനുകളൊക്കെ തിരഞ്ഞെടുത്തതൊക്കെ റിവ്യൂ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതിനുശേഷം ഇവിടെ ഡണ്ണ് കൊടുക്കുക. ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷനുകളൊക്കെ ഇതിനു മുമ്പ് വന്നിട്ടുള്ളതാണെങ്കിലും പക്ഷേ അതൊക്കെ പല സൈഡുകളിൽ പല സ്ഥലങ്ങളിലായിട്ടാണ് ഉള്ളത്. എന്നാൽ ഇതൊക്കെ ഒരുമിച്ച് കൂട്ടി ഒറ്റ സ്ഥലത്ത് തന്നെ നമുക്കിത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു സെറ്റിങ്സുകൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൽ നിങ്ങൾ ചെയ്തിരിക്കണം. എന്നാൽ നിങ്ങളുടെ ഡാറ്റ സുരക്ഷയ്ക്കും അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡുകൾ, നിങ്ങൾ ബ്രൗസ് ചെയ്യുന്ന സൈറ്റുകൾ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ സെക്യൂറായിട്ട് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ ഇത് ഉപകാരപ്രദമായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.